എന്താ ഇത്? ഞാൻ വരുന്നതിന് മുമ്പ് ചടങ്ങ് കഴിഞ്ഞോ? എന്തിനാടാ ലോപ്പസേ ഞാൻ വരുന്നതിന് മുമ്പ് ഇവരുടെ രജിസ്റ്റർ മാരേജ് നടത്തിയത്? അത് പിന്നെ വാ വാ. അതെ, അവൻ വരുന്നതിന് മുമ്പ് അകത്തെന്തെങ്കിലും ചടങ്ങുകളുണ്ടെങ്കിൽ അതൊക്കെ തീർത്തു വെക്കണം. എവിടെയെങ്കിലുമൊക്കെ ഒപ്പിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തേക്കണം. ചിലപ്പോൾ ഈ വിവരം അറിഞ്ഞിട്ട് മാർക്കോയ്ക്കൊപ്പം കണ്ണൻ സാറും മഹാലക്ഷ്മിയും വരാനുള്ള സാധ്യതയുണ്ട്. അവരൊരിക്കലും വരില്ല ലോപ്പസേ. എന്നാ പിന്നെ നിങ്ങൾ വാ. നിങ്ങളിതിപ്പോ എത്തി? ഞങ്ങളെപ്പോഴേ എത്തി. ആഹാ, മാർക്കോ എവിടെ? വേറൊരു കാര്യമായിട്ട് നിൽക്കുക. വാ, നമുക്ക് രജിസ്ട്രാറെ കാണാം. വാ. മാർക്കോ പോയി കണ്ണൻ സാറിനോടും മഹാലക്ഷ്മിയോടും വിവരം പറഞ്ഞ ഒരു കാരണവശാലും നമ്മുടെ കല്യാണം നടക്കില്ല. അതെന്താ നടക്കാത്ത? അതങ്ങനെ മേഘനെ പോലെ തന്നെ എന്നെ ഇഷ്ടമല്ല കണ്ണൻ സാറിനും മഹാലക്ഷ്മിക്കും. പക്ഷേ എനിക്കിഷ്ടമാണല്ലോ. നീ നോക്കിക്കോ മഞ്ജു, ഫിനാൻസിയേഴ്സിൽ പോയി തിരിച്ചു വരുന്ന മാർക്കോ മറ്റൊരാളായിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. മാർക്കോ പിന്നെ ഈ കല്യാണം നടത്താൻ ഒരിക്കലും സമ്മതിക്കില്ല. നമ്മൾ ഒന്നിക്കാൻ തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു. പിന്നെ നീ മാർക്കോ എന്നല്ല, ആര് പറഞ്ഞാലും അതിന് തടുക്കാനാവില്ല. കണ്ണൻ സാറും മഹാലക്ഷ്മിയും ഈ കല്യാണം നടത്തരുതെന്ന് തറപ്പിച്ച് പറഞ്ഞ മാർക്കോ ഇത് മുടക്കും മഞ്ജു. ലോപ്പസും മാർക്കോയും ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രജിസ്റ്റർ മാരേജിന് ആരും സാക്ഷികളായി വരില്ല. അതുകൊണ്ട് മാർക്കോ വരുന്നതിന് മുമ്പ് ഈ കല്യാണം നടക്കണം. ഞാൻ അതിനെതിരല്ല. നമ്മള് ഇന്ന് വന്ന കാര്യം നടക്കണം. എനിക്ക് അത്രേ ഉള്ളൂ. എങ്കി വാ. അപ്പൊ പിന്നെ ചടങ്ങ് നടത്തുമല്ലേ? അതെ. എടാ, അത് വേണോ? അവനില്ലാതെ നടത്തിക്കഴിഞ്ഞാ ചിലപ്പോ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. സാഗർ അതിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞല്ലോ. മാർക്കോ വന്നു കഴിഞ്ഞാ ചിലപ്പോ ഈ ചടങ്ങ് നടന്നില്ലെങ്കിലോ? അവനോടൊന്ന് വിളിച്ച് പറയുകയെങ്കിലും ചെയ്യണ്ടേ? ഇപ്പൊ വരുമല്ലോ മാർക്കോ. മാർക്കോ വന്നോട്ടെ. അതിനു മുമ്പ് നമുക്ക് താലിയിട്ട് നടത്താം. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒന്നുമില്ല. എന്നാ പിന്നെ ചടങ്ങ് നടക്കട്ടെ. എന്നാ ഇനി രണ്ടാളും പരസ്പരം മാലയിട്ടോളൂ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.